യുദ്ധങ്ങൾ നടക്കുന്നത് വിജയങ്ങൾക്കാണ്. വിജയിക്കുന്നത് ചരിത്രത്തിൽ ഇടം നേടാൻ. History always wins. El Dorado. കൊടുങ്കാറ്റാകുമെന്നും ആ കൊടുങ്കാറ്റ് വൻ ചുഴലിക്കാറ്റാകുമെന്നും കേട്ടിട്ട് ഈ ചുഴലിക്കാറ്റ് എങ്ങോട്ട് വീശുമെന്നോ എന്തൊക്കെ ഇല്ലാതാക്കുമെന്നോ ആർക്കും അറിയില്ല. പവർ ഉണ്ടെങ്കിലേ കാശുണ്ടാകൂ. പവർ അതെവിടെ കിട്ടും? പവർഫുൾ പീപ്പിൾ കംസ് ഫ്രം പവർഫുൾ പ്ലേസസ്. ഉറച്ച ലക്ഷ്യങ്ങളുമായി അവൻ ബോംബെയുടെ മണ്ണിൽ കാലുകുത്തി. അവന്റെ പാദങ്ങളുടെ വലിപ്പം ചെറുതായിരുന്നെങ്കിലും പാദമുദ്രകളുടെ വലിപ്പം വളരെ വലുതായിരുന്നു. ചെറിയ കുട്ടിയായിരുന്നപ്പോഴേ ബോംബെയിൽ വന്നത് തീക്കനലിൽ വീണതുപോലെ. അന്ന് മുംബൈക്ക് മനസ്സിലായില്ല അവർ തട്ടിക്കളിക്കുന്നത് ഇരുമ്പിനെയാണെന്ന്. ഉലയിൽ ഊതി ഊതി അടിച്ചടിച്ചവരാ ഇരുമ്പിനെ കത്തിക്ക് ഒന്നല്ലേ അറിയൂ. ഒന്ന് രണ്ടാവും, രണ്ട് മൂന്നാവും. ഞാനൊരു കാടിന്റെ കഥ പറയാം, ഒരു വീരന്റെ കഥ പറയാം. വീരന്റെ കഥയോ? പടിഞ്ഞാറേ ദിക്കിൽ മലയുടെ അടിവാരത്ത് സുന്ദരമായൊരു കാടുണ്ടായിരുന്നു. തീമഴ പെയ്ത് കാടിന് തീ പിടിച്ചു. അത് പിന്നെ ഒരു ചുടുകാടായി മാറി. തല കുനിച്ച് തടി വിറച്ച് ഭിക്ഷയാചിക്കുന്ന മനുഷ്യക്കോലങ്ങൾ. സൃഷ്ടാവിൽ വിശ്വാസം നഷ്ടപ്പെട്ട നിർഭാഗ്യവാന്മാർ. വിശ്വാസം നഷ്ടപ്പെട്ട നിർഭാഗ്യവാന്മാർ. പിന്നെ അവൻ എന്തു സംഭവിച്ചു? മരണത്തെ ഭയമില്ലാത്തവൻ അതൊന്നും ഒരു പ്രശ്നമല്ല. ഒരു പക്ഷെ അവനെന്ന് മരിച്ചാലും എന്റെ ആഗ്രഹം നിറവേറ്റാനുള്ള യോഗ്യതവനല്ലെന്ന് കരുതി ഞാൻ മറന്നോളാം. അവൻ ജീവനോടിരിക്കുന്ന കാലം ഈ നികൃഷ്ട ലോകത്തിന്റെ ആശകൾ നിറവേറ്റുന്ന സുൽത്താനായി വാഴണം. വാക്ക് തരണം. നീ എങ്ങനെ ജീവിക്കുമെന്ന് എനിക്കറിയണ്ട. എന്നാ നീ മരിക്കുമ്പോ അതിപ്രബലനായ സമ്പന്നനായ ഒരാളായി മരിക്കണം. ഏത് പുണ്യാത്മാവിന്റെ മകനാണോ അവൻ? പഴയ കളി അവസാനിച്ചു. ഈ നരാജ്യ ആശിച്ചിനി ആരും ഇവിടെ കാലുകുത്താൻ സാധ്യതയില്ല. ബോംബെ എന്നൊന്നല്ല, എന്താ എന്റെ പേര്? അവനെയും അവർ തീർത്തളഞ്ഞല്ലേ? അത് മിസ്സായിപ്പോയി മോനെ. മരണത്തെ തോൽപ്പിച്ച സുൽത്താനെ പോലെ വേട്ടക്കാരെ വേട്ടയാടുന്ന മഹാവേട്ടക്കാരൻ വന്നു. അതിനാദ്യം അവൻ ഗരുഡയെ കൊല്ലണം, കാവൽ കടക്കണം, എല്ലാത്തിനും ഉപരി ജനങ്ങളെ ചേർത്തു. അതിന് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാക്കി വൈറ്റ് ലൈനും കടന്ന് ആദ്യം അവൻ പോയത് വിരാട്ടിനെ കൊല്ലാൻ. അവിടെ 3 തടവുകാരിൽ ഒരാളായി മാറി എല്ലാവർക്കും മുന്നിൽ വെച്ച് ഗരുഡയെ കൊന്നു. അവനിപ്പോ ഞങ്ങൾക്ക് നേരെ വന്നുകൊണ്ടിരിക്കുകയാണ്.
KGF അധീര കാത്തിരിക്കുകയല്ലേ? വാള് വീശി രക്തം ചിന്തി യുദ്ധം ചെയ്യുന്നത് അകർച്ചയ്ക്കല്ല, ഉയർച്ചയ്ക്കാണ്. റോക്കി ദുബൈക്ക് പോയതിന് 2 കാരണങ്ങൾ ഉണ്ടായിരുന്നു. ഇനിയൊരു കാരണം ഏതാ? അവരോടെല്ലാം പറ, ഞാൻ വരുന്നുണ്ടെന്ന്. എന്റെ ഉടവാളും എന്റെ KGF-ഉം വീണ്ടെടുക്കാം. അധികം നേരം പിടിച്ചെന്നില്ല, എല്ലാം നിലം പതിച്ചു. പിന്നെയും തോൽവി. അവൻ ഇനി എങ്ങോട്ട് പോകുന്നു? ഒരാൾ കൂടി ബാക്കിയുണ്ട്. ഇവൻ രക്ഷിക്കൂ. പഴയ കളി അവസാനിച്ചു. വീണ്ടും കറുക്കൾ നിർത്തി പുതിയ കളി ആരംഭിച്ചു. KGF-ൽ കടക്കില്ലെന്ന് കരുതി, അവന് ഗരുഡയെ കൊല്ലാൻ പറ്റില്ലെന്ന് കരുതി, KGF-ന്റെ കൺട്രോൾ അവൻ പിടിച്ചെടുക്കുമെന്ന് ആലോചിച്ചു കൂടിയില്ല. കിലാടിയാണവൻ. Listing all his crimes in the last 3 years. I'd advise you to look at it very carefully.